അസ്സലാമലൈക്കും ആൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഇതാ സ്റ്റിച്ച് ബോർഡിൽ ഞാൻ 2 ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. മുകളിലെ ലൈനിൽ നിന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇതാ സൂചി അടിയത്തെ ലൈനിൽ കുത്തിയിറക്കുക. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ നമ്മൾ അതിൻ്റെ ആ അടിയിൽ സ്റ്റിച്ച് കൊടുത്തല്ലോ, അതിന് നേരെ മുകളിലായിട്ട് ഒരു സൂചി കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഈ സ്റ്റിച്ച്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ നെയിം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. എംബ്രോയ്ഡറി ക്ലാസ് അല്ലേ, നമ്മൾ പറയുന്നതിനെക്കാട്ടിലും കാണുമ്പോഴാണ് എംബ്രോയ്ഡറി ക്ലാസ്സൊക്കെ മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്കുക. ഇതാ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ്. ഇത് 16ാമത്തെ സ്റ്റിച്ചാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നുള്ളത്. ഈ സ്റ്റിച്ചിൻ്റെ പേര് പോലെ തന്നെയാണ് കേട്ടോ. ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ബ്ലാങ്കറ്റുകൾ ഉണ്ടാവില്ലേ, അതിൻ്റെ അരികു കൂടെ ഇങ്ങനെ മടക്കി അടിക്കുന്നതിന് പകരമായിട്ട് ചെയ്തിരുന്ന സ്റ്റിച്ചാണ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ മടക്കി അടിച്ചിട്ടും അതുപോലെ പൈപ്പിംഗ് വെച്ചിട്ടൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റിച്ചിനൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ബേസിക് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. എംബ്രോയ്ഡറി പറഞ്ഞാൽ അത്രയും ഡിസൈൻസ് എംബ്രോയ്ഡറിയിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പഠിക്കുന്നത് വെറും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രമാണ്. അപ്പോൾ അതാ 16ാമത്തെ ക്ലാസ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. പിന്നെ അതുപോലെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കൊരു ഉപകാരമായിക്കോട്ടെ. ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതല്ലേ. സ്റ്റിച്ച് ബോർഡിൽ ഞാൻ കുറച്ച് അകലത്തിലാണ് ഈ സ്റ്റിച്ച് കാണിക്കുന്നത്. അത് എളുപ്പം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നല്ല അകലം കുറച്ചിട്ട് ചെയ്താലാണ് നല്ല ഭംഗി ഉണ്ടാവുക. ഡിസൈനിൽ അങ്ങനെ പൊതുവെ ഇത് ചെയ്യാറില്ലെങ്കിലും ചെയ്താൽ നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിസൈനിൽ ചെയ്യാമെന്ന് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യണ പോലെ ആവില്ല നമ്മളൊരു പിക്ചറിൽ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഒരു പിക്ചറിൽ ചെയ്യാമെന്നുള്ളതാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഒരു പിക്ചർ എങ്ങനെയാണ് മോട്ടിഫിലേക്ക് പകർത്തി വരയ്ക്കാമെന്നും സ്റ്റിച്ച് ബോർഡ് എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതും അതുപോലെ എംബ്രോയ്ഡറി മെറ്റീരിയൽസും അതിന് വേണ്ട ടൂൾസും എല്ലാം ഞാൻ ഇതിന് മുന്നേ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണാം. ഇതാ ഞാൻ എംബ്രോയ്ഡറി ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ മോട്ടിഫിൽ ഞാൻ പിക്ചർ പകർത്തി വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് പകർത്തി വരച്ചതാട്ടോ. പക്ഷെ അത് കളർ വന്നില്ല. അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് കാണാനുള്ള കളർ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ആ പെന്നുകൊണ്ട് ഒന്ന് വരച്ചെടുത്തേക്കാണ്. ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതാ 2ാമത്തെ ഏതൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഇതാ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി ഈ ഫ്ലവറിൽ മൊത്തമായിട്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എത്രത്തോളം എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് പഠിപ്പിക്കുന്നത്, ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളുണ്ട് കേട്ടോ. സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിന് തന്നെ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റിച്ച് എംബ്രോയ്ഡറിയിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ളൊന്നും നമുക്ക് പഠിപ്പിക്കൽ നടക്കില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്ന പരമാവധി സ്റ്റിച്ച് പഠിപ്പിക്കാം കേട്ടോ. ഞാൻ ബേസിക് സ്റ്റിച്ച് മാത്രമാണ് എംബ്രോയ്ഡറിയിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രമാണ് ഞാൻ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന അത്ര സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ നോക്കി പോവാം. അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താലല്ലേ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ എംബ്രോയ്ഡറി ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നല്ല സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോസൊക്കെ, അതുപോലെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ. അതുപോലെ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക. ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതാ ഈ പിക്ചറിൽ മൊത്തമായിട്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഇതാ നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളായിട്ട് വരാം.